ബാലമാമേ. മോള് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്തു പറ്റി? തനിച്ചിവിടെ വന്നിരിക്കുന്ന കണ്ടപ്പോഴെനിക്ക് സംശയം തോന്നിയതാ. ഗോവിന്ദ മാമ എവിടെ? ഗോവിന്ദ വയലിലേക്ക് പോയി. മൃഗഡോക്ടറെ കൊണ്ടുവന്ന് പശുക്കളെന്ന് കാണിക്കുകയും വേണം. എനിക്കെന്തോ മനസ്സിന് നല്ല സുഖമില്ല, പോവാൻ തോന്നിയില്ല. ഇന്നലെ രാത്രി ബാലമാമൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാനും ആകാശേട്ടനും ബാലമാമന്റെ മുറിയിൽ വന്നിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ബാലമാമയുടെ തലേണയുടെ അടിയില് ഒരു നാരങ്ങ ഇരിക്കുന്നത് കണ്ടല്ലോ, അതെവിടുന്ന് കിട്ടിയതാ? എനിക്ക് ദൈവവിശ്വാസം ഉണ്ടെന്ന് കരുതി അന്ധവിശ്വാസമൊന്നുമില്ല. പക്ഷേ ചില നിമിത്തങ്ങൾ കൺമുമ്പിൽ കണ്ടാൽ അതിനെ വിശ്വസിക്കാതിരിക്കാനും ആവില്ലല്ലോ മോളെ. ഇന്നലെ പെട്ടെന്ന് എൻ്റെ ബൈക്കിന്റെ മുന്നിലേക്ക് പൂവട്ടിയുമായിട്ടൊരു പെൺകുട്ടി വന്നു. ഒരു 7-8 വയസ്സ് പ്രായമായി വരൂ, ഒരു മിടുക്കി കുട്ടി. അവളെ ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു, അപ്പൂപ്പന്റെ പോക്കറ്റിലൊരു നാരങ്ങ ഇരിപ്പുണ്ട്, അത് തലയണ കീഴിൽ കൊണ്ടുവയ്ക്കണം, പ്രാർത്ഥിക്കണം എന്ന്, അല്ലെങ്കിൽ അപകടമാണെന്നൊക്കെ. അല്ല, ബാലമാമയുടെ പോക്കറ്റിൽ എവിടുന്ന നാരങ്ങ? അത് തന്നെയായിരുന്നു എന്റെയും സംശയം. എന്നിട്ടും വെറുതെ ഒന്ന് തപ്പി നോക്കി. അപ്പോഴുണ്ട് ദേ പോക്കറ്റിലൊരു ചെറുനാരങ്ങ. ഞാൻ പോക്കറ്റിൽ നിന്ന് നാരങ്ങ പുറത്തെടുത്ത് നോക്കുമ്പോഴേക്കും ആ കുട്ടി പോയി കഴിഞ്ഞിരുന്നു. ഞാൻ പെട്ടെന്ന് ചുറ്റുമൊന്ന് നോക്കി. തൊട്ടു മുന്നേ ഒരു ലോറി എന്നെ ഇടിക്കാൻ പാകത്തിൽ മുന്നിലേക്ക് വന്നതും പഞ്ചറായതൊക്കെ അപ്പോഴാണ് ഞാൻ ഓർത്തത്. ഭഗവതിയാണ് ആ കുട്ടിയെ അയച്ചത് എന്നൊരു തോന്നൽ അപ്പോഴുണ്ടായി. എന്റെ ബാലമാമ പറഞ്ഞത് സത്യ. ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ കുട്ടിയെ മോൾക്കെങ്ങനെ അറിയാം? മിക്കവാറും എന്റെ മുന്നിൽ വന്ന് പെടുന്ന അതേ കുട്ടി തന്നെ ആയിരിക്കും ബാലമാമയുടെ മുന്നിലും വന്നത്. ഇന്നലെ ബാലമാമയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോ മുറിയിലാകെ ഒരു മുല്ലപ്പൂവിന്റെ മണം. ഞാൻ ആകാശേട്ടനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴുണ്ട് ദേ അരബത്തിയിൽ ഒരു താമര ഇലയില് കുറച്ച് മുല്ലപ്പൂവും ഒരു നാരങ്ങയിരിക്കുന്നു. പെട്ടെന്നുള്ളിലൊരു തോന്നലുണ്ടായി, അത് തൃക്കണ്ണൂർ ഭദ്രകാളി ദേവി കൊണ്ടുവച്ചതാണെന്ന്, എന്റെ ബാലമാമയുടെ രക്ഷയ്ക്ക് വേണ്ടി. അതിലെ ആ നാരങ്ങ ബാലമാമയുടെ തലേണയുടെ അടിയിൽ കൊണ്ട് വെക്കാൻ വേണ്ടി വന്നപ്പോഴാ അവിടെ വേറൊരു നാരങ്ങ ഇരിക്കുന്നത് കണ്ടത്. എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ബാലമാമേ. അല്ലെങ്കിൽ ബാലമാമയെ വണ്ടി ഇടിക്കാൻ വന്നോന്ന് ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണുന്നേ. രാത്രിയിലെ മുല്ലപ്പൂവും നാരങ്ങയൊക്കെ ഇവിടെ എവിടുന്നാ വന്നേ? ബാലമാമയുടെ പോക്കറ്റില് ആ നാരങ്ങ എങ്ങനെ വന്നേ? ഭദ്രകാളി ദേവിയുടെ മുടങ്ങിക്കിടന്ന തിരുവുത്സവം നടക്കാൻ പോവില്ലേ? അത്ഭുതങ്ങൾ ഇനിയും ഒരുപാട് സംഭവിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെ കാര്യത്തിലും അതുണ്ടാവും. മോള് നോക്കിക്കോ. ബാലമാമേ, നാളെ കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാ. പരമേശ്വരൻ അങ്കിളും ദ്രൗപദി അമ്മയും എല്ലാരും ഉള്ളതല്ലേ? നമുക്കെല്ലാവർക്കും കൂടി തൃക്കണ്ണൂർ അമ്പലത്തിൽ പോയി പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാലോ? എല്ലാവർക്കും അതിന്റെ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇന്നലെ ഉണ്ടായ സംഭവത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് വന്നത്. മോള് കണ്ട സ്വപ്നവും ഇവിടുന്ന് മുല്ലപ്പൂവും നാരങ്ങയും കിട്ടിയതും എല്ലാം കൂടി കേട്ടപ്പോ ദേവി ഒപ്പം തന്നെ ഉണ്ടെന്നൊരു തോന്നല്, ഒരാശ്വാസം. മോള് വാ, പരമേശ്വരനോടും ദ്രൗപദി അമ്മയോടും നാളെ അമ്പലത്തിൽ പോകുന്ന കാര്യം സംസാരിക്കാം. വാ. ബാലന്റെ ജീവനെടുക്കാനായി പലതരത്തിൽ പല വഴികൾ ഞാൻ നോക്കിയിട്ടുണ്ട്. എങ്കിലും അവൻ പോലും അറിയാതെ അവൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. ആ ബാലമാഷ് നമ്മുടെ കുടുംബത്തോട് ചെയ്ത ക്രൂരതയുടെ കഥയറിഞ്ഞപ്പോ മുതൽ ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും എന്റെ ശത്രുക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മാവ, ഇനിയും വെച്ച് നീട്ടരുത്. അങ്ങ് അവസാനിപ്പിച്ച് കളയണം അങ്ങേരെ. ധൃതിപ്പെടാതെ മോനെ, അമിത ആവേശം നമ്മളെ ആപത്തിൽ കൊണ്ട് ചാടിക്കും. എന്റെ ഉന്നം ബാലനിൽ മാത്രമല്ല, ഈ കുടുംബം തന്നെ നാട്ടിൽ അപമാനിക്കപ്പെടണം. ഒരൊറ്റ എണ്ണവും നാട്ടിൽ തല ഉയർത്തി നടക്കരുത്. ഒടുവിൽ ബാലന്മാഷ് ഒഴികെ അവശേഷിക്കുന്ന ആരെങ്കിലും ഈ മണ്ണിൽ ജീവനോടുണ്ടെങ്കിൽ
എല്ലാവരും കിട്ടുന്ന വിലയ്ക്ക് സർവ്വതും വിറ്റുപെറുക്കിയും മറ്റുള്ളവ ഉപേക്ഷിച്ചും ഈ നാട് വിട്ടു പോകണം. ശവമായിട്ട് പോലും ബാലനെ ഈ മണ്ണിന് പുറത്തേക്ക് വിടരുത്. കുഴിച്ചു മൂടണം ഈ നാട്ടിൽ തന്നെ. അതെ അമ്മേ, ഞങ്ങൾ അകത്തേക്ക് വരാമോ? അതൊരു അനാവശ്യ ചോദ്യമല്ലേ ബാലചന്ദ്ര. ഈ വീട് നിന്റേതാ, നിനക്ക് അവകാശപ്പെട്ടതാ. പിന്നെയും ഒരു അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ? അതാണല്ലോ അതിന്റെ മര്യാദ. അമ്മയ്ക്ക് ഉപയോഗിക്കാനായി ഈ റൂം വിട്ടുവന്നതിന് ശേഷവും ഞാനതിൽ അധികാരം കാണിക്കുന്നത് മര്യാദയല്ലല്ലോ. പഴയ കുറുമ്പുകാരനിൽ നിന്നും നിനക്ക് വല്ലാതെ ഒരു പക്വത വന്നിരിക്കുന്നു ബാലേന്ദ്ര. ഒരർത്ഥത്തിൽ നിന്നോട് സംസാരിക്കുമ്പോ ബഹുമാനം തോന്നുന്നു എനിക്ക്.